ഇന്ന് നമുക്കൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം. കളിയടക്കയാണ് ഉണ്ടാക്കുന്നത്, അതായത് ചീട. ഇത് നമ്മൾ ഓണത്തിന് ശർക്കര വരട്ടിയും കായ വരട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കി വന്നിരുന്നൊരു പലഹാരമാണ്. പ്രത്യേകിച്ച് ഓണത്തിന് ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് ഒട്ടും തരിയില്ലാത്ത നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ അപ്പം, ഇടിയപ്പം, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി. പണ്ട് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, പുഴുക്കലരി, അത് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് മാത്രം. 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടെ വേണം. ഉഴുന്നൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ. അത് തരിയില്ലാതെ നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ, കരിഞ്ഞു പോകാതെ നല്ലോണം ഒന്ന് മൂത്ത് വന്നു കേട്ടോ. ഇവിടെ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഉഴുന്നൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് മതി കേട്ടോ, 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുള്ളൂ. തേങ്ങ കൂടുതലായാലും നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കപ്പ് പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതി. ഇതിലേക്ക് ജീരകം കൂടെ ചേർക്കണം. 1 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം കൂടുതലായാലും നമ്മൾ കളിയടക്കം ഉണ്ടാക്കുമ്പോൾ ശരിയായി വരില്ല, എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടൊരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് ഫൈനായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് നമ്മൾ വറുത്ത് അത് തണുത്തപ്പോൾ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതാ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ, തരിയില്ലാതെ ചേർക്കുകയാണെങ്കിൽ. ഇനി തരിയില്ലാതെ പൊടിച്ചിട്ടാണുള്ളതെങ്കിൽ അരിക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ ഈ പൊടിയിലേക്ക് മുഴുവനോടെ തന്നെ ജീരകം ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ എള്ളും കൂടെ ചേർക്കുകയാണ്. കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കുകയാണ്. പിന്നെ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. നമ്മൾ ഏത് എണ്ണയിലാണോ ഈ ഒരു കളിയടക്കം ഫ്രൈ ചെയ്യാൻ പോകുന്നത്, അതേ എണ്ണ തന്നെ 1 ടേബിൾ സ്പൂൺ ഈ ഒരു പൊടിയിലേക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ജീരകം കൂട്ടി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കില്ലേ, അതേ രീതിയിൽ തന്നെ പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇത്രയും പൊടിയിലേക്ക് ഒരു 1 കപ്പ് ചൂടുവെള്ളം, പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കളിയടക്ക എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറച്ച് സോഫ്റ്റായിട്ട് മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് മാവ് നല്ലോണം അമർത്തി നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ നമ്മൾ പിടിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഇത് കുഴയ്ക്കാൻ എടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഉപ്പ് പാകത്തിനിട്ടിട്ട് ആ വെള്ളം തളിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ, ഉപ്പ് നേരിട്ട് ചേർക്കുന്നതിന് പകരമായിട്ട്. ഇനി ഇതിൽ നിന്ന് മാവ് കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലൊന്നും ഉരുട്ടിയെടുക്കരുത് കേട്ടോ, ചെറിയൊരു ബോൾ മതി. അരിനെല്ലിക്ക ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ മതി, ഒരുപാട് വലുത് വേണ്ട. ബോളിൻ്റെ വലിപ്പം കൂടുന്തോറും ഇത് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരാൻ സമയമെടുക്കും, ഉള്ളു വേവാൻ സമയമെടുക്കും. അതുകൊണ്ട് ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് എല്ലാം ഒരുമിച്ച് ഉരുട്ടി വെക്കണമെന്നില്ല, നമുക്ക് ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ളത് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അത് എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ആ ഒരു ഗ്യാപ്പിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ. നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം നമുക്ക് ബൗൾ ഇട്ട് കൊടുക്കാൻ. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി അതില്ലെങ്കിൽ നമ്മൾ ഏത് റിഫൈൻഡ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഫ്ലെയിം ഹൈ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ബോൾ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നിട്ട് അത് പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക്
ബാക്കിയുള്ള ബോളും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഹൈയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ ഈ പതഞ്ഞ് പോകുന്നതുണ്ടല്ലോ, അതൊന്ന് പതുക്കെ ഒന്ന് അമർന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി മാറ്റിയിടാം. ഓരോരുളയും മാറ്റിയിടാം. ഇപ്പം നന്നായിട്ടങ്ങ് പതഞ്ഞ് പോകുന്നതൊന്ന് അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുളയും എല്ലാ ഭാഗവും വേവാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പത്തവി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ, കാരണം ഇത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. തീ കൂട്ടിയാൽ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറുമല്ലോ, ഉൾഭാഗം നന്നായിട്ട് വെന്ത് വരില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഇതാ ഇതിൻ്റെ പതയൊക്കെ നല്ലോണം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ആ ഒരു പതയൊന്നും ഇല്ലാതെ കണ്ടില്ല, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് കോരി നോക്കുമ്പോൾ നല്ല കിലുകില ശബ്ദം കേൾക്കണം. അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡ് കളർ ആവുന്നവരെ ഒന്ന് വറുത്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു അരിപ്പത്തവി വെച്ചിട്ട് തന്നെ കോരിയാണ്. എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ എണ്ണയൊന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടൊരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഓരോ ബാച്ചായി വരാനൊരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അടുത്ത സെറ്റായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു കളിയടക്കി ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ഒരു മുൻകരുതലായിട്ട് നമുക്ക് ആദ്യം ഒരു ബോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് പൊട്ടിത്തെറിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണം ബാക്കിയുള്ള ഉരുളകളും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഈ ഒരു കളിയടക്ക പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കുഴച്ച മാവിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ വെള്ളം ആവിയായിട്ട് പോകും. എന്നിട്ട് ആ ആവി ഈ ബോളിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി വെള്ളം കുറച്ചിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പൊട്ടിത്തെറിക്കില്ല. പിന്നെ നമ്മളിത് ചെറിയ ബോളാക്കി എടുക്കുമല്ലോ, അന്നേരം ഒരുപാട് ഭംഗിയാക്കിയിട്ട് സ്മൂത്താക്കിയിട്ട് ഉരുട്ടിയെടുക്കണ്ട കേട്ടോ. കാരണം സ്മൂത്താക്കി ഉരുട്ടിയെടുക്കുമ്പം ഈ ആവിക്ക് പുറത്തേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം ഭംഗിയാക്കാതെ കുറച്ച് റഫാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 2 കപ്പ് പൊടിക്കുള്ള കളിയടയ്ക്കാണ്. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാക്കിയാൽ മതി. നമ്മളിത് കൂടുതൽ ഉണ്ടാക്കി വെച്ചെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഇത് കേടാകാതെ തന്നെ 1 മാസമൊക്കെ എന്തായാലും പുറത്ത് തന്നെ നമ്മൾ കുപ്പിയിൽ നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇരുന്നോളും. അതുപോലെ എണ്ണയിൽ നിന്ന് കോരുന്നതിൻ്റെ മുൻപ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നൊക്കെ ഉറപ്പാക്കണേ. എന്നിട്ട് കോരി വെക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാൾ ഇരുന്നോളും. ഇത് നല്ല കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. വെക്കേഷനൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എപ്പോഴും കഴിക്കാൻ പറ്റിയിട്ടുള്ള, കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ, പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മറന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.